പറഞ്ഞത്. അതെങ്ങനെയാണ് നമ്മുടെ ആ ഒരു ടേം രൂപപ്പെട്ട് വന്നത്, അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജി നമ്മുടെ ഇടയിലേക്ക് എങ്ങനെയാണ് വന്നതെന്നും ഏത് കാലഘട്ടം തൊട്ട് അതിന്റെ വളർച്ച ഉണ്ടായെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷൻ ഡിസ്കഷൻ ചെയ്തു. ഇനി നമ്മള് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് അറിയാവോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രൂപപ്പെട്ട് വന്നു എന്ന് പറഞ്ഞു. എന്നാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വാട്ട് ഇസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അല്ലെങ്കിൽ എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് അത്. പിന്നെ മൂന്നാമത്തെ കാര്യം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്ര ടൈപ്സ് ഉണ്ട്, ടൈപ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നാലാമത്തെ കാര്യം, ദ ലാംഗ്വേജസ് യൂസ്ഡ് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വേണ്ട പ്രോഗ്രാമുകളിൽ കോഡുകൾ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജുകൾ ഏതൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? ഓക്കെ, ഫസ്റ്റ് ഞാൻ പറയുകയാണ്, വാട്ട് ഇസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അല്ലെ എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് സിംപ്ലി പറഞ്ഞ ഒരു അനുകരണമാണ്. അത് എന്തിന്റെ അനുകരണമാണ്? അത് മനുഷ്യ ബുദ്ധിയുടെ ഒരു അനുകരണമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു അനുകരണം, അതുപോലെ മനുഷ്യനുമായി സാദൃശ്യമുള്ള പോലെ ഒരു മെഷീനെ നമ്മളൊരു ബുദ്ധി ഉണ്ടാക്കുക, ഒരു മെഷീന് ബുദ്ധി കൊടുക്കുക, ഒരു മനുഷ്യനെ പോലെ അതാണ് പറഞ്ഞ അനുകരണം എന്ന് പറഞ്ഞാൽ ആക്ട് ചെയ്യുക. അതായത് ഹ്യൂമൻ ടെൻഡൻസ് ഇൻ മെഷീൻസ് enabling them to think and act like humans. മനുഷ്യനെ പോലെ ചിന്തിക്കുക, മനുഷ്യനെ പോലെ പ്രവർത്തിക്കുക, അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ മറ്റു വീഡിയോ പറഞ്ഞിരുന്നു, എന്നാൽ ഒന്നും കൂടി പറയാം. ദ ടേം പോയിന്റ്, അല്ലെങ്കിൽ ആ ടേം രൂപപ്പെട്ട് വന്നത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആ ടേം രൂപപ്പെട്ട് വന്നത് എങ്ങനെയാണെന്നാണല്ലേ? അതായത് 1956 ജോൺ മെക്കാർത്തി എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഡാർമൗത്ത് കോൺഫറൻസിൽ പങ്കെടുത്തു. ആ ഡാർമൗത്ത് കോൺഫറൻസിൽ വെച്ചാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടേം അവിടെ വെച്ചാണ് രൂപപ്പെടുത്തി എടുത്തത്. ഇനി ഇതിന്റെ ഒരു ബേസിക് ഫംഗ്ഷൻ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കോർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക് എന്താണ്, കോർ അതിന്റെ ഒരു പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താ അറിയോ? മിമിക് ഹ്യൂമൻ ഇന്റലിജൻസ്. അതാണ് ഞാൻ പറഞ്ഞത്, അനുകരണം, മിമിക്രി. മിമിക്രി എന്ന് പറഞ്ഞാൽ എന്താ? മറ്റാളുടെ സൗണ്ട് അനുകരിക്കുകയാണ്. അതുപോലെ മനുഷ്യബുദ്ധിയുടെ ഒരു അനുകരണമാണ് ഈ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബേസ്, അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ ഒരു പ്രവൃത്തി ചെയ്യുന്ന, അല്ലെ ഒരു കാര്യം ചിന്തിക്കുക, അതേ ഒരു മനുഷ്യ ബുദ്ധി എങ്ങനെയാണ് കാര്യം ഒരു സോൾവ് ചെയ്യുന്ന, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന അതുപോലെ പ്രവർത്തിക്കുന്ന ഒരു കൃത്രിമമായ ഒരു ബുദ്ധി, അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇനി നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇമ്പോർട്ടൻസ് നോക്കിയാലോ? നമ്മള് കുറെ കാലം, ഒരു 1950 മുതൽ നമ്മുടെ ആർട്ടിഫിഷ്യൽസ് ഉണ്ടെങ്കിലും ആ കാലഘട്ടത്തെക്കാൾ കൂടുതൽ വളരുകയും ഇപ്പോ ഹൈലി ആക്റ്റീവായിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ ജസ്റ്റ് ഓരോ മിനിറ്റിലും മനുഷ്യർ ഉപയോഗിക്കാത്ത മനുഷ്യർ വളരെ കുറവെന്ന രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളർന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇപ്പൊ ഈ മോഡേൺ സൊസൈറ്റിയിലെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാല്, എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ചെയ്താൽ അതിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും. അതായത് ഒരു കമ്പനി, ആ കമ്പനിയുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ, ആ കമ്പനി ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഗ്രൂപ്പ് ഓഫ് ടീം മെമ്പേഴ്സിനെ ചിലപ്പോൾ അവർക്ക് അപ്പോയിന്റ് ചെയ്തിട്ട് വരിക. എവിടെയാണ് ഇപ്പൊ ഒരു ഇലക്ട്രോണിക്സ് കമ്പനി ഒരു കോഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എക്സാമ്പിൾ വെച്ചാൽ, ആ കോഡ് അവർക്ക് ഒരു എറർ വന്നാൽ അത് ഡിറ്റക്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ ദിവസങ്ങളോളം സമയം എടുക്കും. ആ ദിവസങ്ങളോളം സമയം എടുക്കുമ്പോൾ എത്ര സ്റ്റാഫാണ് അതിനുവേണ്ടി ജോലി ചെയ്യുന്നത്, അത്രയും സ്റ്റാഫിന് ആ ദിവസം ശമ്പളം കൊടുക്കേണ്ടി വരും. വേറെ ജോലികളിലൊന്നും അവർക്ക് ഏർപ്പെടാൻ പറ്റില്ല. ആ സ്റ്റാഫിന് വരുന്ന മെന്റൽ സ്ട്രെസ് ഇതെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു AI ഉപയോഗിച്ച് വളരെ കുറച്ച് സമയം കൊണ്ട് ആ എറർ ഡിറ്റക്ട് ചെയ്യാനും ഇതിന്റെ എഫിഷ്യൻസി കൂട്ടാനും, അല്ലെങ്കിൽ ആ കമ്പനി പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ഒക്കെ പറ്റും. അതുമൂലം അവിടെ എന്തുണ്ടാവും? റെഡ്യൂസിങ് ഓപ്പറേഷണൽ കോസ്റ്റ്. ഈ അത്രയും ജോലിക്കാർക്ക് കൊടുക്കുന്ന സാലറിയിൽ എക്സ്ട്രാ ഒരു സ്റ്റാഫിനെ എടുക്കേണ്ടി വരും. അതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഓരോ കാര്യം നമ്മൾ കേട്ടില്ല. അപ്പൊ AI ഉപയോഗം മൂലം നമുക്ക് ഈ മോഡേൺ സൊസൈറ്റിയിലെ ആദ്യത്തെ ഉപയോഗം എന്താ? എൻഹാൻസസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. നെക്സ്റ്റ് വൺ, ഫെസിലിറ്റേറ്റ് ഡേറ്റ ഡ്രിവൺ ഡിസിഷൻസ്. അതായത് ചില കാര്യങ്ങളില് നമുക്ക് ഡിസിഷൻ എടുക്കാൻ ഭയങ്കര പ്രയാസമായിട്ട് തോന്നും. അതായത് ചില കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, വലിയ വലിയ കമ്പനികളിലെ കാര്യങ്ങളില് ടെക്നിക്കൽ സപ്പോർട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മെയിൻ്റനൻസിന്റെ കാര്യത്തിലാണെങ്കിലൊക്കെ അതിന്റെ കോസ്റ്റ് എങ്ങനെ വരും, അല്ലെ ആ പ്രൊഡക്റ്റ് എവിടെ കിട്ടും, അല്ലെ ഏത് ബെസ്റ്റ് പ്രൊഡക്റ്റ് എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെ പല കൺഫ്യൂഷൻസ് അവർ നേരിടും. ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ അവർക്ക് ചിലപ്പോൾ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്ത് വരും. അത് അവരുടെ ടൈം കൺസ്യൂം ചെയ്ത്, അല്ലെ അവരുടെ പ്രൊഡക്ടിവിറ്റിയുടെ ടൈം, ഈ ഡിസിഷൻ വന്നിട്ടുള്ള പ്രൊഡക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അത്രയും ഡിലേ വരും. അങ്ങനെ പല രീതിയിലുള്ള കമ്പനി ടൈം, അവർക്ക് ലോസ്, ടൈം ആയാലും ഫിനാൻഷ്യൽ ലോസ് ആയാലും ഉണ്ടാകാം. പക്ഷെ ഈ AI ഉപയോഗിച്ച് ഡേറ്റ ഡ്രിവൺ ഡിസിഷൻസ് എടുത്താല് ആ നഷ്ടങ്ങളൊക്കെ ആ കമ്പനിക്ക് അവോയ്ഡ് ചെയ്യാം. ഈ മോഡേൺ സൊസൈറ്റിയിൽ അങ്ങനെ കൂടി ഒരു ഉപയോഗം ആർക്കുണ്ട്? നമ്മുടെ AIക്ക് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്
എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മള് പറയുക ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്. അത് പലരും കേട്ടിട്ടുണ്ടാവും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പല ടൈപ്സ് ഉണ്ടെന്ന് പലരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് നോക്കിയാലോ? ഫസ്റ്റ് വൺ നാരോ എ ഐ. നാരോ എ ഐ എന്ന് പറഞ്ഞാൽ അതിന് കൂട്ടത്തിൽ നമ്മുടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണാൻ സാധിക്കും സ്പെഷ്യലൈസ്ഡ് ഇന്റലിജൻസ് കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കാം നാരോ എ ഐയുടെ സ്പെഷ്യലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ? നാരോ എ ഐ ഫോക്കസസ് ഓൺ പെർഫോമിംഗ് എ സ്പെസിഫിക് ടാസ്ക് activity such as voice recognition or playing chess. It lacks awareness beyond its desired functionality. അതായത് ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാകുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ എ ഐ ആണ് നമ്മൾ എന്ത് പറയുന്നത്? നാരോ എ ഐ എന്ന് പറയുന്നത്. ഒരു സ്പെഷ്യൽ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ചെസ് കളിക്കുന്ന റോബോട്ട് അല്ലെങ്കിൽ ചെസ് കളിക്കുന്ന ഒരു ഗെയിം, അതിന് ഗെയിമിന്റെ കൂടെ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയാ വേറെ എന്തെങ്കിലും ഗെയിം ആയിക്കോട്ടെ. അപ്പൊ അതിനുവേണ്ടി സ്പെഷ്യലൈസ് ചെയ്ത് നമ്മൾ എ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് നാരോ എ എന്ന് പറയാം. അതായത് ഒരു ഫംഗ്ഷൻ മാത്രമേ അത് ചെയ്യുള്ളൂ. അതാണ് നാരോ എയുടെ പ്രത്യേകത. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മള് നമ്മുടെ ഗാരി കാസ്പറോവിനെ തോൽപ്പിച്ച കഥയൊക്കെ, ഡീപ് ബ്ലൂവിന്റെ കാര്യമൊക്കെ ഞാൻ പ്രീവിയസ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അത് ഒരു നാരോ എ ആയിട്ട് വേണം നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ ജനറൽ എ ഐ. ജനറൽ എഐയുടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, ഹ്യൂമൻ ലൈക്ക് ഇന്റലിജൻസ് എന്നാണ്. എന്താ കൊടുത്തിരിക്കുന്നത്? ഹ്യൂമൻ ലൈക്ക് ഇന്റലിജൻസ്. അതെന്താ നമ്മൾ മറ്റേടത്ത് പറഞ്ഞ സ്പെഷ്യലൈസ്ഡ് സ്പെഷ്യൽ ആയിരുന്നു. ഇവിടെ ഹ്യൂമൻ മനുഷ്യനെ പോലെ തന്നെ ഉപയോഗിക്കുന്ന ഇന്റലിജൻസ് ആണ് ആർക്ക്? ജനറൽ എ ഐക്ക്. ജനറൽ എ ഐ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളെ അതുപോലെ തീരുമാനമെടുക്കാനും മനുഷ്യൻ എന്താ ചെയ്യുന്നത് അതൊക്കെ അതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കാനുമുള്ള എ ഐ നമ്മൾ എന്തെന്ന് പറഞ്ഞു? ജനറൽ എ ഐ എന്ന് പറയാം. നെക്സ്റ്റ് വൺ സൂപ്പർ എ ഐ, ബിയോണ്ട് ഹ്യൂമൻ. നമ്മൾ ആദ്യം പറഞ്ഞു ഒരു കാര്യം മാത്രമുള്ള നാരോ എ ഐ, സെക്കൻഡ് വൺ ജനറൽ എ ഐ, തേർഡ് വൺ സൂപ്പർ ഇന്റലിജന്റ് എ ഐ, മനുഷ്യനെ പോലെയും പറഞ്ഞു. ഇനി സൂപ്പർ ഇന്റലിജന്റ് എ ഐ വുഡ് സൂപ്പർമാസ് ഹ്യൂമൻ ഇന്റലിജൻസ് ഇൻ ഓൾ ഏരിയാസ് ഇൻക്ലൂഡിംഗ് ക്രിയേറ്റിവിറ്റി, പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിംഗ്, പോസിംഗ് യൂണിക് ചാലഞ്ചസ്. അതായത് മനുഷ്യന് മുകളിൽ മനുഷ്യനേക്കാൾ കൂടുതൽ ചിന്തിക്കാനും മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുന്ന എ ആണ് സൂപ്പർ ഇന്റലിജന്റ് എ ഐ. നമുക്കിനി ഈ ക്ലാസിഫിക്കേഷനെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഒന്ന് നോക്കിയാലോ? ഫസ്റ്റ് വൺ അണ്ടർസ്റ്റാൻഡിങ് നാരോ എ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ നാരോ എയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കാൻ പോവാണ്. നമ്മൾ അതിന്റെ കാര്യം എന്താ ആദ്യം പറഞ്ഞാൽ? അത് സ്പെഷ്യലൈസ്ഡ് ആണ്. അതിന് ഇന്ന കാര്യം മാത്രമേ ചെയ്യാൻ പറ്റൂ. മനസ്സിലായോ? അതായത് ചിലപ്പോൾ അങ്ങനെയുള്ളത് ആ നാരോ എയുടെ ലിമിറ്റേഷൻ ആയിട്ടും പറയാൻ പറ്റും. നാരോ എയുടെ അഡ്വാൻറ്റേജ് ആണ് അതൊരു ഫംഗ്ഷൻ കൃത്യമായിട്ട് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് ഒന്നും കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് അതിന്റെ ലിമിറ്റേഷൻ ആയിട്ടും പറയാറുണ്ട്. ഇനി എങ്ങനെ ഈ സ്പെസിഫിക് ടാസ്ക് ഫോക്കസ് ചെയ്യുന്നത്? നാരോ എ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്പെസിഫിക് ടാസ്കിനാണ്. അത് നമുക്ക് പറയാം ഫേഷ്യൽ റെക്കഗ്നീഷൻ. നമ്മൾ എല്ലാവരും ഇപ്പൊ ഫോണില് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഫേസ് റെക്കഗ്നൈസ് ചെയ്യും, അല്ലെങ്കിൽ ഫേസ്ബുക്കിലുണ്ട് ഫേസ് റെക്കഗ്നേഷൻ. നമ്മുടെ ഫോൺ നമ്മുടെ മുഖം കണ്ടാൽ മാത്രമേ ലോക്ക് തുറക്കാവൂ. നമ്മൾ ചെയ്ത് വെച്ചാൽ ഫേസ് റെക്കഗ്നേഷൻ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ മുടിയൊക്കെ വെട്ടി വേറെ കുറച്ച് കളർഫുൾ ആയിട്ടൊക്കെ വന്നാൽ നമ്മുടെ ഫോൺ നമ്മൾ ഡിറ്റക്ട് ചെയ്യുമോ? ഇല്ല. കാരണം നമ്മുടെ ഫോൺ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ രൂപം ഒരു രൂപം. ആ രൂപത്തിൽ നമ്മളെ ഫോൺ വന്നാലേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? അത് മനസ്സിലാക്കത്തുള്ളൂ. നമ്മൾ കൊടുത്ത ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ ഫോൺ മനസ്സിലാക്കത്തില്ല. അതിന് കാരണം ഈ നാരോ നമ്മൾ സ്പെഷ്യൽ ഫംഗ്ഷൻ വെച്ചിരിക്കുക. അതായത് ഇത് മാറി വന്നാൽ തിരിച്ചറിയാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഇത് തന്നെയാണെങ്കിൽ ഡിറ്റക്ട് ചെയ്യുക എന്ന് മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ ജനറലൈസ് ചെയ്ത് വെച്ചിട്ടില്ല. നെക്സ്റ്റ് വൺ എക്സാമ്പിൾസ് ഓഫ് നാരോ എ ഐ. നാരോ എയുടെ എക്സാമ്പിൾസ് എന്തൊക്കെയാന്ന് വെച്ചാല്, നാരോ എ സിറി, അലക്സ ഒക്കെ നാരോ എയുടെ കോമൺ എക്സാമ്പിൾ. സിറി അറിയാം, നമുക്ക് നമ്മുടെ ആപ്പിളിന്റെ ഐഫോണിൽ ഫുള്ളായിട്ട് ഉപയോഗിക്കുന്ന. അലക്സ പല വീടുകളിലും നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ മേടിക്കാൻ പല വീടുകളിലും ഉണ്ട്. ഒരു ഐഫോൺ ഇപ്പൊ എല്ലാ വീടുകളിലും ഉണ്ട്. അപ്പൊ അതറിയാത്ത ആൾക്കാർ വളരെ കുറച്ചായിരിക്കും. സിറി ടേൺ ഓൺ ലൈറ്റ്, സിറി ടേൺ ഓഫ് ലൈറ്റ് എന്നൊക്കെ പറയുന്ന ആൾക്കാരായിരിക്കും നമ്മൾ കൂടുതൽ ആൾക്കാരും. ഓക്കെ, ഒരു വോയിസ് കമാൻഡിൽ കൂടെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ നാരോ എയുടെ ലിമിറ്റേഷൻസ് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ ആദ്യമേ പറയും, നാരോ എയുടെ ഗുണമാണ് ഒരു ടാസ്ക് അതിന് സ്പെഷ്യൽ ഫംഗ്ഷൻ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ നാരോ എക്ക് അത് തന്നെ അതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ടും പറയാം. ഒരു ടാസ്ക് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരു ജനറൽ എ പോലെ ഒന്നും നമുക്ക് കൂടുതൽ ടാസ്ക് ചെയ്യാൻ പറ്റില്ല. ആ ടാസ്കിന് മാറി അതിന് പ്രവർത്തിക്കാൻ പറ്റില്ല. അതിന് എന്തെങ്കിലും മാറ്റം വന്നാൽ അതിന് പ്രവർത്തിക്കാൻ പറ്റില്ല. മനസ്സിലായോ? വൈ നാരോ എ എക്സെൽസ് ഇറ്റ്സ് സ്പെസിഫിക് ടാസ്ക് ഇറ്റ്സ് ലിമിറ്റഡ് ടു പെർഫോമിംഗ് വൺ ടാസ്ക് അറ്റ് എ ടൈം. അത് ആ ഒരു ടാസ്ക് മാത്രമേ ഒരു സമയം ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? വേറെ നമ്മുടെ ബിയോണ്ട് എ പോലെ ജനറൽ എ പോലെ വേറെ റീസൺ വെച്ചാൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കിയാലോ? നെക്സ്റ്റ് നമ്മുടെ ജനറൽ എ.
എന്താ ജനറൽ എ ഐ? ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു മനുഷ്യനെ പോലെ പ്രവർത്തിക്കാനും ചിന്തിക്കാനും കഴിയുന്ന എ ഐ ആണ് ജനറൽ എ ഐ. അതിന്റെ ഡെഫിനിഷൻ എന്താണ്? ജനറൽ എ ഐ, ഓൾസോ നോൺ ആസ് strong AI, refers to system capable of performing any intelligent task that a human can do. ഞാൻ ഇംഗ്ലീഷ് സെന്റൻസിൽ പറഞ്ഞു പോയിട്ട് നമ്മൾ ടെക്നിക്കലി കൂടുതൽ ഇംഗ്ലീഷാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അറിയാലോ. അപ്പൊ അതുകൂടെ ഒന്ന് കേട്ട് മനസ്സിലാക്കി വെച്ചേക്കാൻ വേണ്ടിയാണ് അതുകൂടി വായിച്ചു പോകുന്നത്. അപ്പൊ ജനറൽ എ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യനെ പോലെ, മനുഷ്യൻ എന്താ ചിന്തിക്കുന്നത്, മനുഷ്യൻ എന്താ പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന എ ആണ് ജനറൽ എ ഐ. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്നറിയാവോ? മനുഷ്യൻ എങ്ങനെയാ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ആ മനുഷ്യന്റെ ആ ഒരു ഉണ്ടല്ലോ, ആ പ്രത്യേക കഴിവ് മനുഷ്യർക്ക്, പ്രത്യേക കഴിവെന്നല്ല, മനുഷ്യന്റെ തലച്ചോറിനുള്ള കഴിവിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാലോ. ആ മനുഷ്യൻ എങ്ങനെയാ അതിനെ കുറിച്ച് ഇത് ചെയ്യുന്നത്? അത് ബുദ്ധിപരമായ ചിന്തകളാണ് മനുഷ്യൻ ചെയ്യുന്നത്, അല്ലെ? മനുഷ്യന് ബുദ്ധിപരമായി ചിന്തിക്കാൻ, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ബുദ്ധിപരമായി ചിന്തിച്ച് വെള്ളം കണ്ടാൽ വെള്ളത്തിന് അപ്പുറത്ത് വെള്ളത്തിൽ ചവിട്ടാൻ ചാടണമെന്ന് പെട്ടെന്ന് മനുഷ്യന്റെ താഴ്ച അല്ലെങ്കിൽ മുള്ളിൽ കൊണ്ട മുള്ളിന്ന് കാല് മാറ്റാൻ ആ വൈജ്ഞാനികപരമായ, അല്ലെങ്കിൽ എന്താ മുള്ളുകൊള്ളുന്നതിന്റെ എക്സാമ്പിൾ നമ്മൾ വിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങൾ പറയാം. പ്രോബ്ലം വന്ന് ആഡ് ചെയ്യാനും പ്ലസ് കണ്ട ആഡ് ചെയ്യണമെന്നും അല്ലെങ്കിൽ മൈനസ് കണ്ട സബ്ട്രാക്ട് ചെയ്യണമെന്നൊക്കെയുള്ള എന്താ ബുദ്ധിപരമായ വൈജ്ഞാനികപരമായ അറിവുകൾ മനുഷ്യന്റെ ബ്രെയിനുണ്ട്. അതുപോലെ പ്രവർത്തിക്കാൻ കഴിയണം ജനറൽ എക്ക്. അതാണ് ജനറൽ എയുടെ ഫസ്റ്റ് ഒരു ഒബ്ജക്റ്റീവ്, ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ്. അതായത് ഒരു അടിസ്ഥാനപരമായ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ വൈജ്ഞാനികപരമായ രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതാണ് യൂണിവേഴ്സൽ എബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ജനറൽ എയുടെ കറന്റ് സ്റ്റാറ്റസ് എന്താന്ന് വെച്ചാല്, ജനറൽ എ എന്താ ഒരുപാട് തിയററ്റിക്കൽ കാര്യങ്ങൾ വെച്ച് അവര് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആസ് ഓഫ് നൗ ജനറൽ എ റിമെയിൻസ് ലാർജ്ലി തിയററ്റിക്കൽ ആൻഡ് ഹാസ് നോട്ട് ബീൻ റിയലൈസ്ഡ് ഇൻ പ്രാക്ടീസ്. തിയററ്റിക്കൽ കാര്യങ്ങൾ ഉണ്ടെങ്കിലും അവരത് പ്രാക്ടിക്കലി അത് പ്രാക്ടീസ് ചെയ്യുന്നത്, മോഡലുകൾ ഉണ്ടാക്കിയത് പ്രാക്ടിക്കലി അവരത് നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സൂപ്പർ ഇന്റലിജന്റ് എ ഐ. സൂപ്പർ ഇന്റലിജന്റ് പ്രത്യേകത, സൂപ്പർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ അത് സൂപ്പർ ആണ്. സൂപ്പർ ഇന്റലിജന്റ് ചെയ്യുന്നത് സൂപ്പർ ആണ്, മനുഷ്യനേക്കാൾ സൂപ്പർ ആയിട്ടുള്ളതാണ്, ബിയോണ്ട് ഹ്യൂമൻ ഇന്റലിജൻസ്. ഡെഫിനിഷൻ ഓഫ് സൂപ്പർ ഇന്റലിജന്റ് എ ഐ. സൂപ്പർ ഇന്റലിജന്റ് എ ഐ refers to AI that surpasses human intelligence across all fields, representing a significant leap in technology. അതായത് മനുഷ്യന്റെ ഇപ്പോഴത്തെ ആ ചിന്തകളെക്കാൾ, ആ കാലഘട്ടത്തേക്കാൾ മുന്നോട്ട് ചിന്തിക്കുന്ന, മനുഷ്യനേക്കാൾ കൂടുതൽ ചിന്തിക്കുന്ന എ ആണ് സൂപ്പർ ഇന്റലിജന്റ് എ. എത്തിക്കൽ ചലഞ്ചസ് അഹെഡ്. അതായത് സൂപ്പർ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യനേക്കാൾ കൂടുതൽ ചിന്തിക്കുകയും മുന്നോട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ തീരുമാനം എടുക്കുകയും അതായത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നവരെ പറഞ്ഞ ഏരിയസ് ഉണ്ട്. അപ്പം അതിന് ഒരു ചലഞ്ചസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. എന്താ അറിയോ? ദ റൈസ് ഓഫ് സൂപ്പർ ഇന്റലിജന്റ് എ ഐ ബ്രിങ്സ് ഫോർത്ത് ന്യൂമറസ് എത്തിക്കൽ കൺസിഡറേഷൻ ദാറ്റ് സൊസൈറ്റി മസ്റ്റ് അഡ്രസ് എൻഷുർ റെസ്പോൺസിബിൾ ഡെവലപ്മെന്റ്. അതായത് ഇതിന്റെ ഡെവലപ്മെന്റ് നമ്മുടെ സൊസൈറ്റിയെ, നമ്മുടെ സമൂഹത്തെ അഡ്രസ് ചെയ്യപ്പെടും. കാരണം അവര് കുറച്ചുകൂടെ ഒരു ന്യൂമറസ് എത്തിക്കൽ കൺസിഡറേഷൻ, അതായത് ഒരു നാലാമത്തെ ഇതിലേക്കാണ് മനുഷ്യന്റെ ചിന്തകളേക്ക് കൊണ്ടുപോകുന്നത്. അതൊരു ചലഞ്ചാണ്. നെക്സ്റ്റ് വൺ, നമ്മൾ ആദ്യമേ പറഞ്ഞു, നമ്മൾ ഈ വീഡിയോയിൽ നമ്മളെ ടോപ്പിക്സ് എന്തൊക്കെയാ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ നെക്സ്റ്റ് എടുക്കുന്ന ടോപ്പിക്കാണ് എ ആപ്ലിക്കേഷൻസ് ഇൻ ഇൻഡസ്ട്രീസ്. നമ്മുടെ എ ആപ്ലിക്കേഷൻസിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്, ഇൻഡസ്ട്രിയിലെ എ ആപ്ലിക്കേഷൻസിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി നമ്മൾ എ ഉപയോഗിക്കുന്ന നമ്മുടെ ഡെയിലി ലൈഫിലെ ഒരു വലിയൊരു ഇൻഡസ്ട്രി ഉണ്ട്, അതാണ് എ ഇൻ ഹെൽത്ത് കെയർ. നമ്മുടെ എന്ത് ആവശ്യം എന്നല്ല, എന്ത് അസുഖം വന്നാലും ഒരു മനുഷ്യൻ ആശ്രയിക്കേണ്ടി വരും. ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ മനുഷ്യൻ ഹോസ്പിറ്റലിനെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സർവീസിനെ ആശ്രയിക്കാത്ത ആൾക്കാരുണ്ടാവില്ല. ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീസിലാണ് ഇപ്പൊ ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നടത്തിക്കൊണ്ട് വരുന്നത്, വിജയകരമായി നടത്തിക്കൊണ്ട് വരുന്നത്. അതെന്താ പറയുക, രോഗനിർണയം. അതായത് ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ ആ മനുഷ്യന്റേതായ ബ്രെയിനിൽ കൊള്ളുന്ന അറിവുകളും, ഇത്ര പേഷ്യൻസോ ആ രോഗത്തെ കുറിച്ച് ഇത്ര ഇതുണ്ടെന്ന്, അല്ലെങ്കിൽ ഈ പേഷ്യൻസ് ആ ഹോസ്പിറ്റലിൽ വന്ന പേഷ്യൻസിനെ പറ്റിയുള്ള വിവരങ്ങൾ അറിയുള്ളായിരിക്കും. പക്ഷെ രോഗനിർണയത്തില് എ ഉപയോഗിക്കുവാണെങ്കിൽ അത് ആ ലോകത്തുള്ള ഈ എ ഒരു 10-30 ലക്ഷത്തോളം ആൾക്കാരുടെ ഡീറ്റെയിൽസ് കാണും. ആ രോഗം വന്നിട്ടുള്ള അതിന്റെ കാണും. അപ്പൊ ആ രോഗത്തിന് എന്താണ് ഈ രോഗം നിർണ്ണയിക്കുക, എന്താണ് പരിഹാരം, എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റ്, എന്താണ് അതിന് ആഫ്റ്റർ നമ്മൾ ചെയ്യേണ്ടത്, എന്ത് മെഡിസിൻ കൊടുത്താൽ പറ്റും എന്നൊക്കെ എ ഐക്ക് തീരുമാനിക്കാൻ പറ്റും.
മനസ്സിലായോ? ഒരു ഡോക്ടറിന്റെ കയ്യിൽ ഒരു ഹോസ്പിറ്റലിലുള്ള ഫയൽ കേസസിനേക്കാൾ കൂടുതൽ അവരുടെ കയ്യിൽ ഇതുണ്ടാകും. ഇതിന് എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ IBMന്റെ ഒരു കേസ് ഉണ്ട്. IBMന്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ഇങ്ങനെ നമ്മുടെ ക്യാൻസർ ചികിത്സാ രംഗത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മുടെ ഡേറ്റ നമ്മുടെ പ്രെഡിക്റ്റീവ് ഡയഗ്നോസിസ് നടത്തിയാൽ അവരുടെ കയ്യിൽ വേറെ ഒരുപാട് കേസസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ കേസ് അതിൽ പോകുമ്പോൾ അവർ ഇതിനെ പറ്റി കറക്റ്റ് ആയ ട്രീറ്റ്മെന്റും മെത്തേഡും ഇനി എന്താ ചെയ്യേണ്ടതെന്നും ഒക്കെ അവര് അതിൽ പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ നെക്സ്റ്റ് ഇതിൽ പറയാം കേട്ടോ. അപ്പോ നെക്സ്റ്റ് എന്താ ഇൻ ഫിനാൻസ്. ഫിനാൻസ് രംഗത്ത് ഇപ്പോ ഈ വീഡിയോ പിന്നെയും കാണുന്ന ആൾക്കാർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പൊ ഈ 2025 എല്ലാവരുടെ ഫോൺ വിളിച്ചാലും നമുക്ക് ആദ്യം കേൾക്കാൻ പറ്റും, നിങ്ങളെ സാമ്പത്തിക തട്ടിപ്പിന് ഇടയാവുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന നമ്പറിൽ വിളിക്കണം, നിങ്ങളുടെ നമ്പറോ ID കാർഡോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കരുത്, സാമ്പത്തിക തട്ടിപ്പിന് ഇരയാകരുത് എന്നൊക്കെ പറയും. തട്ടിപ്പുകൾക്കെതിരെ നമുക്ക് AI കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ പൈസ തട്ടിയെടുക്കാനാണല്ലോ ഫിനാൻഷ്യൽ ആൾക്കാർ കൂടുതൽ ശ്രമിക്കുക, ഫ്രോഡ് ആയിട്ട് ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്ലിമെന്റ് fraud detection algorithms to identify suspicious activities and leverages algorithm trading for efficient market and strategies. ഒരു ഫിനാൻസ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് ആ സത്യസന്ധമായിട്ട് ഒരു കുറ്റങ്ങളൊന്നും കണക്കായിട്ട് പോകണം എന്നുള്ള. അവിടെ ഒരു ഫ്രോഡ് ഒരു ഡിറ്റക്ഷൻ വന്നാൽ അവിടെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ അൽഗോരിതം എങ്ങനെ ഒരു വന്നാൽ ഒരാള് പാസ്വേഡ് വേറൊരാൾ പാസ്വേഡ് ഇട്ടാലോ, നമ്മള് ATMന്റെ ഇപ്പം എല്ലാ ATM കാർഡ് ചിപ്സ് ഉണ്ടല്ലോ, ആ ചിപ്സ് ഒക്കെ ഇടുമ്പോൾ നമ്മളെ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ പൈസ ഒക്കെ ATMന്ന് കിട്ടുന്നുണ്ടല്ലോ. എന്നാലും അതിനെ അതിജീവിച്ച് പല ആൾക്കാരും വേറെ ഓരോ തെറ്റുകളൊക്കെ ചെയ്ത് പൈസ ഒക്കെ തട്ടും. അതൊക്കെ ഈ AI ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കുറെയൊക്കെ അത് ഒഴിവാക്കാൻ പറ്റും. അതിനുള്ള അൽഗോരിതംസ് ഒക്കെ നമുക്ക് ട്രേഡിംഗ് കമ്പനീസിനെ കൊടുത്ത് അല്ലെങ്കിൽ ഫിനാൻസ് കമ്പനീസിനെ കൊടുത്ത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ വെരി വെരി ഇമ്പോർട്ടന്റ് എന്ന് മാത്രമല്ല ഡെയിലി ലൈഫില് വളരെയധികം ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. വളരെയധികം ആളുകൾ ഉപയോഗിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. ഓട്ടോണോമസ് വെഹിക്കിൾസ്, ഡെവലപ്മെന്റ് ഓഫ് ഓട്ടോണോമസ് വെഹിക്കിൾസ്, അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓടുന്ന വണ്ടികൾ. നമ്മള് വാർത്തകളിലൊക്കെ വായിച്ചു കാണാം, അധികം താമസിക്കാൻ നമ്മൾ ഇന്ത്യയിൽ എത്തുമായിരിക്കും ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന കാറുകൾ. ഒന്ന് ഓർത്ത് നോക്കിയേ, ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന കാറുകൾ. അതെന്താണ്? അത് AIയുടെ വലിയൊരു വിജയമാണ്. ഒരു വണ്ടിയില് നമ്മുടെ മനുഷ്യർ ഈ ട്രാവൽ ചെയ്യാൻ ഡ്രൈവർ ഇല്ല. ആരാ കൺട്രോൾ ചെയ്യുന്നത്? AI കൺട്രോൾ ചെയ്യുന്നത്. AI വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും വെഹിക്കിൾസിനെ. Pioneers of development of autonomous vehicles transforming the way we travel and transport goods. നമുക്ക് ട്രാവൽ ചെയ്യാം, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോവുകയും ചെയ്യാം. അതും അതിന്റെ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വൺ, നമ്മൾ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കാര്യമായിട്ട് നോക്കിയാലോ? കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. AI in healthcare innovations. AI in healthcare innovations പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയേണ്ടതുണ്ട്. ഇവിടെ ഫോർത്തായിട്ട് കൊടുത്തിരിക്കുന്നത് IBMന്റെ വാട്സൺ ടെക്നോളജിയെ പറ്റി. IBMന്റെ വാട്സൺ uses to assist oncology providing insights and recommendations for cancer treatment. ഞാൻ ഇതിനെപ്പറ്റി നേരത്തെ പറഞ്ഞത് ക്യാൻസർ ട്രീറ്റ്മെന്റില് നമ്മൾ ഉപയോഗിക്കുന്ന IBMന്റെ AI ആണ് എന്താ? വാട്സൺ ഓങ്കോളജി. അതായത് AIയുടെ ഹെൽപ്പോടെ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ ബ്രാഞ്ച് ആണ്. അത് വെച്ച് നമുക്ക് ക്യാൻസർ ട്രീറ്റ്മെന്റ് ഡിറ്റക്ഷൻ ചെയ്യാനും മരുന്ന് ഉപയോഗിക്കാനും ഇനിയും അതിന്റെ ഫ്യൂച്ചർ ട്രീറ്റ്മെന്റ് എങ്ങനെ വേണം എന്നൊക്കെ തീരുമാനിക്കാനും പറ്റും. ഫോർത്ത് വൺ ഞാൻ ആദ്യമേ പറഞ്ഞുള്ളൂ. നമ്മൾ കൂടുതൽ IBM വാട്സണൊക്കെ തന്നെ കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതേ ഉള്ളൂ. നെക്സ്റ്റ് എൻഹാൻസ് ഡയഗ്നോസ്റ്റിക് കാപ്പബിലിറ്റീസ്, അതായത് രോഗനിർണയം. ഏത് ചികിത്സയ്ക്കാണെങ്കിലും രോഗം എന്താണ്, രോഗം നിർണയിച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നത്. ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് എന്ത്? രോഗനിർണയം. ഈ രോഗനിർണയത്തിൽ നമ്മൾ ഏറ്റവും അധികം ആരെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇത് നമ്മൾ AIയുടെ മുകളിലോട്ട് കേസ് വെച്ചാൽ AI വളരെ പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാനും അതിന് വേണ്ട ചികിത്സ കൊടുക്കാനും പറ്റും. പലയിടത്തും പണ്ട് കാലങ്ങളിലൊക്കെ രോഗം കറക്റ്റായിട്ട് നിർണ്ണയിക്കാൻ പറ്റാതെ ചികിത്സ കിട്ടാതെ ഒരുപാട് ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ അറിവിൽ തന്നെ പല ആൾക്കാരും കാണും. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് മനുഷ്യർക്ക് ഉണ്ടാകാനുള്ള അവസരം വരില്ല. കാരണം നമ്മുടെ ടെക്നോളജി അത്രയും ഡെവലപ്പ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, predictive analytics for outcomes. AI can predict patient outcomes, allowing for timely interventions and a better healthcare planning. അതായത് AIക്ക് അനലൈസ് ചെയ്യും മെഡിസിൻ കൊടുത്ത് ഇത്ര നാൾ കഴിയുമ്പോൾ ആ പേഷ്യന്റ് എന്ത് ചേഞ്ചസ് വരും, അല്ലെങ്കിൽ 2 ദിവസം ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം ഈ പേഷ്യന്റ് എന്താണ് മുന്നോട്ട് നമ്മൾ മെഡിസിൻ കൊടുക്കേണ്ടത്, ഇതൊക്കെ AIക്ക് കണ്ടുപിടിക്കാൻ പറ്റും. AIക്ക് ചെയ്യാൻ നമ്മൾ AI കൊടുക്കുമ്പോൾ AIക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ് പ്ലാൻസ്.
അതായത് ഓരോ പേഷ്യന്റിനും ഓരോ ഹിസ്റ്ററിയും ഓരോ രോഗങ്ങളും ഓരോ രീതികളും ആയിരിക്കുമല്ലോ. അപ്പം പൊതുവിൽ ഇപ്പം ഡോക്ടർ സ്റ്റേജ ഇതിപ്പം കോമൺ ആയിട്ട് ഇന്ന അസുഖങ്ങൾക്ക് ഇന്ന മെഡിസിൻ അങ്ങനെയൊക്കെ ചില മെഡിസിൻ അങ്ങനെ നമ്മൾ പറയല്ലോ, പനിക്ക് ഇന്ന മെഡിസിൻ, അങ്ങനെ ഓരോ രോഗങ്ങൾക്ക് അങ്ങനെ നമ്മൾ ജനറലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ചെയ്യാതെ ഈ ഡീറ്റെയിൽസ് എ കൊടുക്കുവാണെങ്കിൽ എ എന്ത് ചെയ്യും, എനേബിൾ ചെയ്യും, എന്ത് ചെയ്യും, ഓരോ ആൾക്കാർക്ക് ഓരോ ട്രീറ്റ്മെന്റ്, എന്താണ് അവരുടെ അസുഖങ്ങൾ, അവർക്ക് ഏത് വൈറസ് ആണ് ബാധിച്ചത്, എന്താണ് അവരുടെ ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇനി എന്താ ഫ്യൂച്ചറിൽ അവർക്ക് എന്താണ് വേണ്ടത് എന്നനുസരിച്ച് എഐക്ക് പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും, ആ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ IBMന്റെ കേസ് നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ. നെക്സ്റ്റ്, ഈ ബെനിഫിറ്റ്സ് ഓഫ് എ ഇൻ ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയറിൽ വന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ബെനിഫിറ്റ്സ് ആണല്ലോ. നമ്മളിവിടെ പറയാതെ പോയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, റോബോട്ടിക് സർജറി. ഇപ്പോ ലോകമെമ്പാടും വളരെയധികം പ്രചാരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞാൽ എയുടെ വലിയൊരു ആപ്ലിക്കേഷൻ ആണ്. ഇനിയും ഈ AI ഹെൽത്ത് കെയറിൽ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ബെനിഫിറ്റ്സ് ആണുള്ളത്? Benefits of AI in healthcare. AI leads to improved accuracy and efficiency in healthcare processes, enhancing overall patient care. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും AI ഇതിലൊക്കെ വന്നാല് ആ ട്രീറ്റ്മെന്റ് രംഗത്ത് എന്ത് മാറ്റം വരുമെന്ന്. ഇങ്ങനെ ഈ ഓരോ ട്രീറ്റ്മെന്റ് രംഗത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ് AIയുടെ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കാണും. ആ ആക്യുറസി ഉണ്ടാവും, ഒരു കൃത്യത ഉണ്ടാവും ആ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും, ആ രോഗത്തിന്റെ നമ്മൾ വിവരശേഖരണത്തിനും, രോഗം എന്താണെന്ന് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാനും ഒക്കെ ഒരു കൃത്യതയും അത് ഒരു എഫിഷ്യൻസി ഉണ്ടാവും. ഒരു കറക്റ്റായിട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ആ സമയത്തിന് ലാഗ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മൾ സിനിമയിലൊക്കെ ഉണ്ടാവും, ഒരു അസുഖം വന്ന ഡോക്ടറിനെ അമേരിക്കയിൽ നിന്ന് വരുത്തി, ആ ഡോക്ടർ അമേരിക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന് വേണം പേഷ്യന്റിനെ നേരിട്ട് കണ്ടു വേണം ചികിത്സ സ്റ്റാർട്ട് ചെയ്യാൻ. പക്ഷെ AI ഡെവലപ്മെന്റോടെ ആ ഡോക്ടർ എവിടെ വേണേലും ഇരുന്നോട്ടെ, ലോകത്തിൽ ഏത് കോണിലിരുന്നാലും, ലോകത്തിൽ ഏത് കോണിലിരിക്കുന്ന മറ്റൊരു പേഷ്യന്റിനെ ചികിത്സിക്കാനും അവർക്ക് കറക്റ്റായിട്ട് ചികിത്സ കൊടുക്കാനും ഒക്കെ പറ്റും. അതായത് AI വളർന്നു വന്നപ്പോൾ മനുഷ്യ ജീവനുകളെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് പറ്റി. മനുഷ്യനെ നമുക്ക് പെട്ടെന്ന് തന്നെ ചികിത്സ കൊടുത്ത് അവരുടെ ജീവനെ രക്ഷിക്കാനൊക്കെ പറ്റി. AI ഹെൽത്ത് കെയർ രംഗത്ത് വന്നതോടെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതായത് എഫിഷ്യൻസിയും ആക്യുറൻസിയും കൂടിയത് വഴി ഒരു പേഷ്യന്റ് കെയർ, ഓവറോൾ പേഷ്യന്റ് കെയർ ആണ് അവിടെ ഇൻക്രീസ് ചെയ്യാൻ സാധിച്ചത്. നെക്സ്റ്റ്, AI ആപ്ലിക്കേഷൻസ് ഇൻ ഫിനാൻസ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എയുടെ ആപ്ലിക്കേഷൻ എന്താണെന്ന്. 2025 എല്ലാ 2024 ഉണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും 2025 എല്ലാവരുടെ ഫോണുകളിൽ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടേ ആയിരിക്കും. മെസ്സേജ് അല്ല, കോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഫോൺ ഡിറ്റക്ഷനെ പറ്റി. അതായത് ഫിനാൻസിൽ വന്നതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സാധാരണക്കാരായ ആൾക്കാർക്കാണ്. അതായത് അവര് വളരെയധികം കഷ്ടപ്പെട്ട് കിട്ടുന്ന പൈസ ഫിനാൻസുകളിൽ കൊണ്ടിടുമ്പോൾ എയുടെ സഹായത്തോടെ അവർക്ക് അതിലൊരു കള്ളത്തരം കാണിക്കാതെയോ വേറെ തട്ടിക്കൊണ്ട് പോകാതെ അവരുടെ പൈസ അവർക്ക് കൃത്യമായിട്ട് അവിടെ സൂക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഫിനാൻസ് സ്ഥാപനത്തിന്റെ പൈസ നഷ്ടപ്പെടാതിരിക്കും. പല കൊള്ളയടിക്കലുകളിൽ നിന്നും ഫിനാൻസ് സ്ഥാപനത്തെ രക്ഷിക്കാൻ സാധിക്കും. ഫ്രോഡ് ഡിറ്റക്ഷൻ. AI systems analyze vast amounts of data to identify suspicious activities and prevent fraud in financial transactions. ധനകാര്യ സ്ഥാപനങ്ങളിലും ധനമിടപാടുകളിലും എന്ത് ഇത് നടന്നാലും അതിൽ നിന്ന് നമ്മൾ രക്ഷിക്കാൻ ആർക്ക് സാധിക്കും? AI സാധിക്കും. അങ്ങനെ AI ഉപയോഗിച്ചാൽ സാധിക്കും. നെക്സ്റ്റ്, റിസ്ക് മാനേജ്മെന്റ്. AI enhances financial decision making by accessing risk, predicting possible market fluctuations, thus improving risk management strategies. AI പറ്റി ആദ്യമേ പറഞ്ഞായിരുന്നു. AI ഉപയോഗിച്ചാൽ ഒരു ഡിസിഷൻ മേക്കിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. AI നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തില് അതായത് നമ്മളിപ്പം ട്രേഡിങ്ങുകള് പല പല ഇതില് പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഇത്ര നാൾ കഴിയുമ്പോൾ ഇത്ര കൂടും, അല്ലെങ്കിൽ അതിന്റെ എന്താ ഓഹരി വിപണി താണോ ഉയർന്നോ, അങ്ങനെ വരുമ്പോ ഇത്ര എമൗണ്ട് വരും. അങ്ങനെ ഒരാൾക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്താല് അതിൽ റിസ്ക് ഉണ്ടാവുമോ, നമ്മുടെ പൈസക്ക് ഉയർച്ച വരുമോ, താഴ്ചയാണോ വരുന്നത്, നമ്മുടെ പൈസയുടെ അപ്പുറത്തെ സ്റ്റേജ് എന്താണ്, അങ്ങനെ കുറെ ഡിസിഷൻ മേക്ക് ചെയ്യാൻ നമ്മളെ ആര് ഹെൽപ്പ് ചെയ്യും? AI ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ റിസ്ക് മാനേജ്മെന്റ് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യും? AI ഹെൽപ്പ് ചെയ്യും. Next one, algorithmic trading. AI-powered trading platforms utilize algorithms to execute trades at optimal times, improving efficiency and profitability in trading. അതായത് നല്ലൊരു ഗുഡ് അൽഗോരിതം യൂസ് ചെയ്താല്, AI ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഗുഡ് അൽഗോരിതം യൂസ് ചെയ്താല് അവർക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടുകയും പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനും ഒക്കെ പറ്റും. ആ ട്രേഡിംഗിൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, മാർക്കറ്റ് ട്രെൻഡ് ഫോർകാസ്റ്റിംഗ്. നമ്മള് ഫിനാൻസിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത്, ഫോർകാസ്റ്റിംഗ്, നമ്മൾ റെയിൻ ഫോർകാസ്റ്റിംഗ് ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഫോർകാസ്റ്റിംഗ് മുന്നോട്ട് ആ മാർക്കറ്റിലെ ഈ മാർക്കറ്റിൽ ഈ നമ്മളൊരു എമൗണ്ട് അവിടെ നിക്ഷേപിക്കുകയാണെങ്കിൽ ആ മാർക്കറ്റിൽ അത് ഇൻക്രീസ് ചെയ്യുവാണോ ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുവാണോ ചെയ്യുന്നത്, അങ്ങനെയുള്ള മാർക്കറ്റ് ട്രെൻഡ് ഫോർകാസ്റ്റിങ്ങുകൾ ആർക്ക് നടത്താൻ സാധിക്കും? AIക്ക് നടത്താൻ സാധിക്കുമ്പോൾ നമ്മൾ അവിടെ ആ മാർക്കറ്റിൽ നമ്മുടെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും.
മനസ്സിലായോ? നമ്മൾ റെയിൻ ഫോർകാസ്റ്റിംഗ് നാളെ മഴ പെയ്യുമോ ഇല്ലയോ അങ്ങനെ ഫോർകാസ്റ്റിംഗ് മുന്നുള്ള കാര്യം. അതുപോലെ മാർക്കറ്റ് ട്രെൻഡ് എങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ അവിടെ ഫിനാൻസിൽ നമ്മൾ ക്യാഷ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടാകാൻ പോകുന്നത്, അങ്ങനെയൊക്കെ ഫോർകാസ്റ്റ് ചെയ്യാൻ ആർക്ക് സാധിക്കും? എഐക്ക് സാധിക്കും. Okay. ഇനി നമ്മൾ നെക്സ്റ്റ് പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ പറഞ്ഞത് ട്രാൻസ്പോർട്ടേഷൻ ഇന്നോവേഷൻസ്. ട്രാൻസ്പോർട്ട് ഇന്നോവേഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആദ്യമേ ദുബായിൽ ഒരു കാര്യം പറയും, ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ. ലോകത്തെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ ഓടിത്തുടങ്ങി. AI ടെക്നോളജീസ് ലൈക്ക് സെൽഫ് ഡ്രൈവിംഗ് കാർസ് ആർ ട്രാൻസ്ഫോർമിംഗ് ട്രാൻസ്പോർട്ടേഷൻ, എൻഹാൻസിംഗ് സേഫ്റ്റി ആൻഡ് കൺവീനിയൻസ്. അതായത് ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ ഓടിത്തുടങ്ങി. അതായത് ഇതുമൂലം നമുക്ക് ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടും. എന്നാലും നമുക്ക് ടെക്നിക്കലി അത് വളരെ അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ഒരാളെ ഡ്രൈവറിനെ കാത്തു നിൽക്കേണ്ട, നമ്മൾ പാസ് എടുക്കുക, അപ്പൊ തന്നെ വണ്ടി റോഡിൽ കൂടെ ഓടിത്തു, നമുക്ക് യാത്ര ചെയ്യാം, വണ്ടി റോഡിൽ കൂടെ യാത്ര ചെയ്യാം. അതൊരു അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് സ്മാർട്ട് ട്രാഫിക് മാനേജ്മെന്റ്. ആ നമ്മൾ റോഡിൽ നിരന്തരം പോകുമ്പോൾ ട്രാഫിക്കിൽ കിടക്കാത്ത ആൾക്കാരല്ല. ഇപ്പൊ ഒരുപാട് ജോലി പോകുന്ന സമയം, സ്കൂളിൽ പോകുന്ന സമയം, അല്ലെങ്കിൽ അത്യാവശ്യ സമയത്ത് എന്തെങ്കിലും എമർജൻസിക്ക് ആംബുലൻസ് ഒക്കെ റോഡ് ഭയങ്കര ബ്ലോക്ക് ആയിട്ട് റോഡിൽ ഭയങ്കര കണ്ടീഷൻസ് ആയിരിക്കും. പക്ഷേ ഒരു സ്മാർട്ട് ട്രാഫിക് മാനേജ്മെന്റ് വന്നാൽ AI ഡ്രിവൺ സിസ്റ്റംസ് ഒപ്റ്റിമൈസ് ട്രാഫിക് ഫ്ലോ, റെഡ്യൂസിംഗ് കണ്ടീഷൻ ആൻഡ് ഇംപ്രൂവിംഗ് ട്രാവൽ ടൈം ഫോർ കമ്മ്യൂട്ടേഴ്സ്. അതായത് അവർക്ക് സമയനഷ്ടം ഉണ്ടാകില്ല, യാത്രക്കാർക്ക് സമയനഷ്ടം ഉണ്ടാകാതെ കൃത്യമായിട്ട് AI കൺട്രോൾ ചെയ്യും. ഇത്ര സമയം റൈറ്റിലേക്ക് പോകണം, ഇത്ര സമയം ലെഫ്റ്റിലേക്ക്, ഇത്ര നേരം നമ്മുടെ റോഡ് ക്രോസ് ചെയ്യേണ്ട ആൾക്കാരുടെ റോഡ് ക്രോസ് ചെയ്യാം, വണ്ടികൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്താൽ ആ സമയനഷ്ടം ഒഴിവാക്കി റോഡിൽ നമ്മൾ സേഫ്റ്റി കൂടുകയും ചെയ്യും. നെക്സ്റ്റ് ആണ് സേഫ്റ്റി ഇംപ്രൂവ്മെന്റ്സ്. സേഫ്റ്റി ഇംപ്രൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാറുകളൊക്കെ പരസ്യം കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വണ്ടിയുടെ അകഭാഗം കാണിക്കും. വണ്ടിയുടെ അകഭാഗത്ത് കാണിച്ചിട്ട് പറയും വോയിസ് റെക്കഗ്നേഷൻ ഉണ്ട്. നിങ്ങൾ ഇപ്പൊ GPS ഇടുവാണ്, നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് കൈ വെച്ചൊക്കെ ആയിരിക്കും ആൾക്കാർ ഇപ്പൊ ടൈപ്പ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോ വോയിസിൽ കൂടെ പറഞ്ഞാല് കാര്യങ്ങൾ ചെയ്യുന്ന കാറിന്റെ ഫ്രണ്ടിൽ സിസ്റ്റം ഉണ്ട്. ഇപ്പൊ പാട്ട് നമ്മൾ വോയിസ് കൊടുത്താൽ മതി, വോയിസിൽ കൂടെ കാർ നമ്മുടെ സൗണ്ട് റെക്കഗ്നൈസ് ചെയ്തിട്ട് എന്താ വേണ്ടതെന്ന് ചെയ്യും. അപ്പോ ആ സൗണ്ട് ഡിറ്റക്ട് ചെയ്യുന്ന പാട്ട് വേണോ, അല്ലെങ്കിൽ വോയിസ് വോളിയം കുറയ്ക്കണോ, അല്ലെങ്കിൽ ഇത് ചെയ്യണോ, അങ്ങനെ ആ സൗണ്ട് റെക്കഗ്നൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മുടെ എയർ ബാഗ് പ്രൊട്ടക്ഷൻ വരുന്നത് ഒരു എയുടെ അല്ലെങ്കിൽ നമ്മുടെ എയുടെ ഒരു ഉപയോഗമായിട്ട് അത് വരും. അതായത് AI application vehicles aim to minimize human error, significantly lowering accident rates. അതായത് മനുഷ്യന്റെ തെറ്റുമൂലം ആക്സിഡന്റ് ഉണ്ടാവുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ചാൻസിനെ അവർ റെഡ്യൂസ് ചെയ്യും. റെഡ്യൂസ് ചെയ്യും? AI റെഡ്യൂസ് ചെയ്യും. ആക്സിഡന്റ് ചാൻസ് റെഡ്യൂസ് ചെയ്യും. പിന്നെ നമ്മൾ പലരും ഫോണിൽ കൂടെ നോക്കി സൈഡിൽ കൂടെ ഇങ്ങനെ നോക്കിയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചെടുക്കുക തന്നെ പെട്ടെന്ന് ഒരു ശകല സമയത്ത് ഒരു വോയിസ് കമാൻഡ് കൊടുത്താൽ അത് അങ്ങനെ വർക്ക് ചെയ്യുന്ന AIയുടെ കാറിന്റെ ഒക്കെ ഉണ്ടാകും. നമ്മൾ കാറിന്റെ ഒക്കെ പരസ്യങ്ങൾ ഇപ്പൊ വരുമ്പോ അങ്ങനെയാണല്ലോ കൂടുതലും കാണിക്കുന്നത്. അവർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് വോയിസ് സർവീസ് ഉണ്ടെന്നൊക്കെ അവർ എടുത്ത് പറയുന്നുണ്ട്. ഈ വോയിസിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പറയാം, എല്ലാവരുടെയും ഫോണിന്റെ ഫ്രണ്ടിൽ ഗൂഗിൾ കാണും. ആൻഡ്രോയിഡ് ഫോൺ ആവട്ടെ, നമ്മുടെ ഐഫോൺ ആവട്ടെ, എന്താണ് ആ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ വോയിസ് ടൈപ്പ് ചെയ്യാൻ അറിയാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ അവരെല്ലാം പെട്ടെന്ന് നോക്കി വോയിസ് നമ്മൾ പറയും, അത് വരും, അത് കാണും, അല്ലെങ്കിൽ അത് കേൾക്കും, നമുക്ക് വേണ്ട കാര്യം സെർച്ച് ചെയ്യും. ആ വോയിസ് കമാൻഡ് കൊടുക്കുന്നത് ഒരു AI ഒരു അഡ്വാൻറ്റേജ് ആണ്, അല്ലെങ്കിൽ AI ഒരു ഉപയോഗമാണ്. അവിടെയും എന്താണ് ഗുണമെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇത് കാണുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും അത് മനസ്സിലാവും. അവിടെ നമ്മൾ അങ്ങനെ വന്നോടെ എന്താണെന്ന്. അടുത്തെന്ന് പറയുന്നത് എൻവയോൺമെന്റ് ബെനിഫിറ്റ്സ്. എന്താണ് എൻവയോൺമെന്റ് ബെനിഫിറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് AI കൊണ്ട്? AI initiatives reduce emissions through efficient traffic management and electric vehicle integration. AIയുടെ വളർച്ചയോടൊപ്പം നമ്മുടെ കാറിന്റെ നില വെഹിക്കിൾസ് രംഗത്ത് ഒരു പുതിയ രംഗം കൂടി വേറെ വളർന്നു വരുന്നുണ്ട്. അതാണ് ഇലക്ട്രിക് വെഹിക്കിൾ ഇന്റഗ്രേഷൻ. ഇലക്ട്രിക് വെഹിക്കിൾ ഇലക്ട്രിക് വെഹിക്കിൾ മാത്രമല്ല, എന്നാലും ഇലക്ട്രിക് വെഹിക്കിൾ AI കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പെട്രോൾ, ഡീസൽ അങ്ങനെ ഉപയോഗിക്കുന്ന അത് നമ്മൾ ബേൺ ചെയ്യുന്ന എമിഷൻസ് ഒക്കെ കുറയുകയും എൻവയോൺമെന്റിൽ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ടാകും. അതുമൂലം നമുക്ക് നമ്മുടെ അന്തരീക്ഷത്തിലെ നല്ല കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ കുറയും. അങ്ങനെയും എൻവയോൺമെന്റിലൂടെ ഹെൽപ്ഫുൾ ആവുന്ന അത് വരാറുണ്ട്. പിന്നെ ട്രാഫിക് മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഹെൽപ്ഫുൾ ആയ കാര്യങ്ങൾ AI കൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഈ വീഡിയോയില് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. കീ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഫോർ AI.
അതായത് നമുക്ക് ഇത്ര അഡ്വാൻറ്റേജസ് ഉള്ള നമ്മൾക്ക് പണ്ടു കൊണ്ട് നമുക്ക് ഇപ്പൊ ഇത്ര അഡ്വാൻറ്റേജസ് ഉണ്ട്. മനുഷ്യൻ കണ്ടുപിടിച്ചതാണെങ്കിലും കാരണം മനുഷ്യ ജീവനെ നിലനിർത്താനും അല്ലെ മനുഷ്യ ജീവന് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതും മനുഷ്യന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മനസ്സിലായല്ലോ? അങ്ങനെയുള്ള നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മൾ വേറെ അറിഞ്ഞിരിക്കണം. അതിന് നമ്മളെ ഹെൽപ്ഫുൾ ആയിട്ട് നമ്മളെ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഫോർ ആണ് പൈത്തോൺ, ജാവ. ഈ മൂന്നെണ്ണം പറയുന്നുണ്ടെങ്കിൽ വേറെയും കുറെ കാര്യങ്ങളുണ്ട്. എന്നാലും നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരെ കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പൈത്തോൺ. നമ്മള് ജാവയും സിയും ഒക്കെ കേട്ടിട്ടുണ്ട്. പൈത്തോണിന്റെ പേര് അത് ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലെങ്കിലും ഈ ജാവ പവർഫുൾ ആണെന്ന് പറയുന്നില്ല. അതിനേക്കാൾ പവർഫുൾ ആയ ആളാണ് പൈത്തോൺ. സിമ്പിൾ ആൻഡ് പവർഫുൾ. അതായത് പൈത്തോണിനെ നമുക്ക് ഇത്രയും ആളുകളിലേക്ക് പെട്ടെന്ന് ഇറങ്ങി വരാൻ അതിന്റെ അവസരം ഉണ്ടായിരുന്നു. അതിന്റെ സിംപ്ലിസിറ്റി ആണ്. അതിന് മറ്റുള്ളതിനെ പോലെ കമ്പൈലേഷൻ ഒന്നും ആവശ്യമില്ല. എന്ന് മാത്രമല്ല പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനും അത് പഠിച്ചെടുത്ത് നമുക്ക് പ്രോഗ്രാം കോഡ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ പൈത്തോൺ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സിമ്പിൾ ആൻഡ് പവർഫുൾ. പൈത്തോൺ ഇസ് ഫേവേർഡ് ഫോർ ഇറ്റ് സിംപ്ലിസിറ്റി ആൻഡ് എക്സ്റ്റെൻസീവ് ലൈബ്രറീസ് ദാറ്റ് സപ്പോർട്ട് ടാസ്ക്സ്. അതായത് ഈ പൈത്തോണിന് കുറച്ച് ലൈബ്രറീസ് ഉണ്ട്. ആ ലൈബ്രറീസ് ഉപയോഗിക്കുക സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാസ്കിനുള്ള കോഡൊക്കെ ടാസ്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ആർ ഡേറ്റ അനാലിസിസ് ടൂൾ ആർ വൈഡ്ലി യൂസ്ഡ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആൻഡ് ഡേറ്റ വിഷ്വലൈസേഷൻ മേക്കിംഗ് ഇറ്റ് ഐഡിയൽ ഫോർ റിസർച്ച്. അതായത് ഈ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഡേറ്റ വിഷ്വലൈസേഷനും അനാലിസിസ് ഒക്കെ നടത്തണല്ലോ. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ആർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ജാവ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. പൈത്തോണേക്കാൾ ആറിനേക്കാൾ ജാവ ആയിരിക്കും ആൾക്കാർ കൂടുതൽ കേട്ടിട്ടുണ്ടാവുക. ജാവ സ്കെയിലബിലിറ്റി ആൻഡ് പോർട്ടബിലിറ്റി. ജാവയുടെ പ്രത്യേകത എന്താ? സ്കെയിലബിലിറ്റി ആൻഡ് പോർട്ടബിലിറ്റി. ജാവ ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ സ്കെയിലബിലിറ്റി ആൻഡ് പോർട്ടബിലിറ്റി, suitable for a large scale AI applications. ജാവ നമുക്ക് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ലാർജ് സ്കെയിൽ ആപ്ലിക്കേഷൻസിനാണ്. അതെന്തുകൊണ്ടാണ്? അതിന്റെ പ്രത്യേകതകളായ സ്കെയിലബിലിറ്റിയും പ്രോബിലിറ്റിയും കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്കിനിയും പൈത്തോണിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. പവർ ഓഫ് പൈത്തോൺ ഇൻ AI ഡെവലപ്മെന്റ്. അതായത് പൈത്തോണിന്റെ പവർ എന്താണ്? AI ഡെവലപ്മെന്റിലെ പൈത്തോണിന്റെ പവർ എന്താണ്? ഇത്രയും കഴിവുള്ള AI ഡെവലപ്മെന്റിന്റെ പൈത്തോണിന്റെ പവർ എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. Okay, Python is simplicity and readability. Python is renowned for its easy to learn syntax, making it accessible for both beginners and experienced developers alike. അതായത് പൈത്തോൺ വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമറിനും ഒരു പുതിയൊരു പ്രോഗ്രാമറിനും അതുപോലെ എക്സ്പീരിയൻസ് ആയ പ്രോഗ്രാമറിനും ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ, സിമ്പിൾ ആയിട്ട് കോഡ് ചെയ്യാനും പറ്റുന്ന ലാംഗ്വേജ് ആണ് പൈത്തോൺ. പിന്നെ എക്സ്റ്റെൻസീവ് ലൈബ്രറീസ് ഫോർ AI. Libraries like TensorFlow and Pytorch support various AI objects, simplifying the implements of complex algorithms. Key strengths of Python. Next one, Python's major strengths include extensive libraries and community support which enhance productivity in AI development. Extensive libraries for AI. അതിന് ഞാൻ ആദ്യം പറഞ്ഞു, AI ആവശ്യമായ കുറെ ലൈബ്രറീസും അതിന്റെ അഡ്വാൻറ്റേജസും ഒക്കെ ഉള്ള ലൈബ്രറീസ് ആർക്കുണ്ട്? നമ്മുടെ പൈത്തോണിനുണ്ട്. പിന്നെ അതിന്റെ കീ സ്ട്രെങ്സ്, പൈത്തോണിന്റെ കീ സ്ട്രെങ്സും ആർക്കുണ്ട്? കീ സ്ട്രെങ്സും നമ്മൾ ഇവിടെ AI വേണ്ടി ഉപയോഗിക്കും. പിന്നെ പൈത്തോൺ നമ്മള് AI വേറൊരു ഉപയോഗമാണ് മെഷീൻ ലേണിംഗ്. പൈത്തോൺ ഇസ് വൈഡ്ലി യൂസ്ഡ് ഫോർ മെഷീൻ ലേണിംഗ് ആപ്ലിക്കേഷൻസ്, leveraging libraries that streamline data processing and model training. Next one, R programming, a key tool for AI. അതായത് R programming എന്ന് പറഞ്ഞ ഒരു കീ ആണ്, കീ ടൂൾ ആണ് AI. അതായത് statistical analysis powerhouse. R excels in statistical analysis, providing tools that allow in-depth exploration of data, which is crucial AI model development. അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് പവർ ഹൗസ് ഒരു AI മോഡൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. അപ്പൊ അതിന് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആർ പ്രോഗ്രാമിംഗ് കീ ടൂൾ ആണ്. നെക്സ്റ്റ് വൺ, എക്സലന്റ് ഡേറ്റ വിഷ്വലൈസേഷൻ. നമ്മുടെ ഡേറ്റ നല്ല കൃത്യമായ രീതിയിൽ വിഷ്വലൈസ് ചെയ്ത് കൊടുത്താലേ നമുക്ക് AI മോഡൽസ് ഉണ്ടാക്കാൻ AI ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്യുള്ളൂ. R is renowned for its data visualization capabilities, making it easier to interact with complex data sets and communicate findings effectively. Essential for academic research. ഉണ്ടാക്കാനും കമ്പനികളാണെങ്കിലും പുതിയ പുതിയ ആൾക്കാരെ എടുക്കുമ്പോൾ അവർ മോഡൽസ് ഒക്കെ ഉണ്ടാക്കി കാണിക്കാനൊക്കെ ആയിട്ട് ആറ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. Widely adopted in AI fields. Many AI practitioners prefers
or its rich ecosystem of packages tailored for machine learning and data analysis tasks. Next one, learning Java for AI solutions. Java portability advantage. ജാവയ്ക്കുള്ള പ്രത്യേകതകൾ അതേപോലെ Java's portability and scalability. Portability and scalability advantage എന്താ? Java allows developers to write code once and run it anywhere, enhancing deployment flexibility across platforms. അതായത് ജാവയുടെ പ്രോഗ്രാം നമുക്ക് ഒരിടത്ത് എഴുതിയാൽ വേറെ എവിടെ വേണമെങ്കിൽ നമുക്ക് അത് ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ പോർട്ടബിലിറ്റി അഡ്വാൻറ്റേജ്. ഫ്ലെക്സിബിലിറ്റി ആണ്, ജാവ ഫ്ലെക്സിബിൾ ആണ്. നെക്സ്റ്റ് വൺ, സ്കെയിലബിലിറ്റി ഓഫ് for large applications. Java's architecture supports the development of applications that can scale efficiently, meeting the needs to growing enterprises. ജാവയുടെ ആർക്കിടെക്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്താ, വലിയ ലാർജ് സ്കെയിൽ ആപ്ലിക്കേഷൻസിന്. അപ്പൊ അത് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി ഐഡിയൽ ഫോർ എന്റർപ്രൈസ് സൊല്യൂഷൻസ്. മെനി ഓർഗനൈസേഷൻ യൂട്ടിലൈസ് ജാവ ഫോർ ദ AI projects due to its robust performance and extensive libraries tailored for enterprise needs. അതായത് ഒരുപാട് കമ്പനികൾ അവരുടെ AI പ്രോജക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ജാവ ഉപയോഗിക്കാറുണ്ട്. എന്റർപ്രൈസ് സൊല്യൂഷൻസിന് ജാവയെ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിന് കാരണം സ്കേലബിലിറ്റിയും പോർട്ടബിലിറ്റിയും വേണം. ഓക്കെ, ഇനി നമുക്ക് AI ഇംപ്ലിമെന്റ് ചെയ്ത കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. എക്സാമ്പിൾ ചാറ്റ്ബോട്ട് for customer services. AI-driven chatbots enhance customer support by providing instant responses, improving user satisfaction and reducing wait time. അതായത് നമ്മൾ കസ്റ്റമർ കെയറിലൊക്കെ വിളിക്കുമ്പോഴേ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചാറ്റ് ബോട്ട്സ് ആണ് സംസാരിക്കുന്നത്. അതാ ഒരു വ്യക്തിയെ സംസാരിക്കുന്നെങ്കിൽ കസ്റ്റമർ കെയറിലൊക്കെ എത്രയോ കോളുകൾ വരുന്നുണ്ടായിരിക്കും. അപ്പൊ ആ വ്യക്തികൾ ഫ്രീ ആവുന്ന സമയം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഫോൺ അറ്റൻഡ് ചെയ്ത് എടുക്കാൻ പാടില്ല. അതാകുമ്പോൾ ചാറ്റ് ബോട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അവർ ആ കോൾ എടുത്ത് വെച്ച് നമുക്ക് വേണ്ട അല്ലെ 1 നിൽക്കുക 2 നിൽക്കുക, നമുക്ക് എങ്ങോട്ടാണ് നമ്മുടെ കോൾ കറക്റ്റായിട്ട് പോകുന്നത് എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക. അതാണ് ചാറ്റ് ബോട്ട്സ്. അത് നമ്മുടെ AI-യുടെ ഇപ്പോഴത്തെ വലിയൊരു ആപ്ലിക്കേഷൻ ആണ്. നെക്സ്റ്റ്, റെക്കമെൻഡേഷൻ സിസ്റ്റംസ് യൂസേജ്. റെക്കമെൻഡേഷൻ സിസ്റ്റംസ് യൂട്ടിലൈസ് AI to analyze user preference and behavior, delivering tailored content that increases engagement and sales. അതായത് നമുക്ക് AI ഉപയോഗിച്ച് നമുക്ക് എന്താ കാര്യങ്ങൾ നമുക്ക് എന്ത് ആവശ്യം അത് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അത് ഏത് കാര്യത്തിലാണ് അപ്പൊ നമ്മുടെ സെയിൽസിലൊക്കെ ആണെങ്കിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. കുറച്ച് ടൈം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. Okay, next one, robotic automation in industry. Robotics application manufacturing, streamline production processes, reduce errors and enhance efficiency through automation. അതായത് റോബോട്ടിക്സ് വെച്ച് ഓരോ ഇൻഡസ്ട്രികളിലും നമുക്ക് ആവശ്യമുള്ള റോബോട്ടിക്സിനെ വെച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം പലയിടങ്ങളിലും റോബോട്ടിക്സ്, ഫുഡ് ഉണ്ടാക്കുന്ന റോബോട്ടിക്സ് ഉണ്ട്, ഗസ്റ്റിനെ വെൽക്കം ചെയ്യുന്ന റോബോട്ടിക്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ പലയിടങ്ങളിലും കാണാറുണ്ട്. അങ്ങനെ റോബോട്ടിക്സ് വെച്ച് ഇൻഡസ്ട്രിയിലെ കാര്യങ്ങൾ മാനേജ് ചെയ്ത് അവിടുത്തെ ടൈം മാനേജ് ചെയ്യാനും അവിടുത്തെ കോസ്റ്റ് കുറയ്ക്കാനും ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാനൊക്കെ സഹായിക്കാറുണ്ട് AI. അതൊക്കെ നമ്മൾ ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന AI-യുടെ ആപ്ലിക്കേഷൻസ് ആണ്. ഇനി എൻഗേജിംഗ് വിത്ത് AI ഇൻ ലൈവ് ഡെമോ. നമുക്ക് AI വെച്ച് ലൈവ് ഡെമോ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഗസ്റ്റിനെ വെൽക്കം ചെയ്യുന്ന AI റോബോട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന AI റോബോട്ട്സ് ഉണ്ട്, കമ്പനി ജോബ്സിന് AI റോബോട്ട്സ് ഉണ്ട്. നമ്മൾ ഏത് രീതിയിലാണ് പ്രോഗ്രാം ചെയ്ത് ഒരു പ്രോഗ്രാമറിന്റെ ഏത് രീതിയിലാണ് ആ രീതിയിൽ ആ റോബോട്ട് വർക്ക് ചെയ്യും. ഇന്ററാക്റ്റീവ് AI ആയിട്ടുള്ള എൻഗേജ്മെന്റ് ഉണ്ട്, റിയൽ ടൈം ചാറ്റ്ബോട്ട് ഇന്ററാക്ഷൻ ഉണ്ട്, ഒബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് AIs ഉണ്ട്. ഇതൊക്കെ തന്നെ AI-യുടെ വളരെ വളരെ വലിയ ആപ്ലിക്കേഷൻസ് ആണ്. ഇപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ വെച്ച് വലിയ വലിയ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഈ പറയുന്നതൊക്കെ. ഈ വീഡിയോ കൂടെ കുറെ അധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതെല്ലാം ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുവാണെങ്കിൽ അത് നമ്മൾ പറഞ്ഞു സിഗ്നിഫിക്കൻസ് ഓഫ് AI, വാട്ട് ഇസ് AI പറഞ്ഞു, ടൈപ്സ് ഓഫ് AI പറഞ്ഞു, റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് പറഞ്ഞു, കീ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പറഞ്ഞു. AI എന്താണ്? ആർട്ടിഫിഷ്യൽ plays a crucial role in automating tasks and enhancing efficiency across various sectors. The types of AI ഏതൊക്കെയാ? നാരോ, ജനറൽ ആൻഡ് സൂപ്പർ ഇന്റലിജന്റ്. ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് പറഞ്ഞു. AI is applied in various fields including healthcare, finance and transportation, improving processes and outcomes. അത്രയും പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? കീ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പറഞ്ഞു. കീ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമ്മൾ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പൈത്തോൺ പറഞ്ഞു, ആർ പറഞ്ഞു, ജാവ പറഞ്ഞു. പിന്നെ റോബോട്ടിക്സിന്റെ ഇപ്പോഴത്തെ ഇംപ്ലിമെന്റേഷൻ, AI ഇപ്പൊ എന്തൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ചെറിയൊരു എന്താ നമ്മളൊരു തിരിഞ്ഞുനോട്ടം പോലെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് വെച്ച് കുറിച്ച് 2 ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ നാരോ ആൻഡ് ജനറൽ AI. എന്താണ് നാരോ AI ജനറൽ AI എന്നുള്ള വ്യത്യാസം എന്ന് നിങ്ങൾ വീഡിയോ കണ്ടൊക്കെ മനസ്സിലായി കാണുമല്ലോ. എന്തായിരിക്കും വ്യത്യാസം? നാരോ AI എന്ന സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷൻ ആയിരിക്കും. ജനറൽ AI എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇനിയും AI applications in healthcare എന്തൊക്കെയാണ്? കുറെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു. Two notable applications of AI in healthcare including diagnostic imaging, personalized medicine. These applications enhance patient care and streamline medical processes.
അപ്പോ നമ്മൾ ഇന്ന് എടുത്ത ടോപ്പിക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ടോപ്പിക്സ്